ഗുഡ് മോർണിംഗ്, മർഹബ, അസ്സലാം വലൈക്കും. നമ്മള് നല്ല ഒരു ഉറക്കമൊക്കെ ഉറങ്ങി രാവിലെ എണീറ്റു. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് ഒരു 5:30 കൂടിയിട്ട് ഒരു വാക്കിനൊക്കെ പോയി. ഞാനും നമ്മുടെ മനോഹരം കൂടിയിട്ട്. അത് കഴിഞ്ഞത് അപ്പൊ വന്നു. സമയം എത്രയായി? 8 മണിയാ. സമയം 8 മണിയായി. 8:30 ആവാറായി. നമ്മള് വിചാരിച്ചു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്ന്. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മളിപ്പോ ഉള്ളത് ശങ്ക്രീലയിലാണ്. ശങ്ക്രീല ബാറൽജിസ റിസോർട്ടിലെ അൽവാഹയിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഞോഞ്ഞി ബാ ബ്രേക്ക്ഫാസ്റ്റ്. ഞോഞ്ഞി ഇതാ AC ഇവിടെ. അച്ചു രാവിലെ എനിക്ക് പുറത്തു പോയിട്ടുണ്ട്. എവിടെയാ നോക്കണം. गुड मॉर्निंग मनोहर भाई, क्या हाल है? ओ हो ये इधर बैठा है, गप्पा मार रहा है सुबह सुबह. और कैसे था आपका कल का रात? कैसे था? वैसे तो हम वॉक करने के लिए गया था, मैं वीडियो में बोला भी था. हम बात भी किया. और वो लोग सो रहे हैं? अच्छा, चलो नो प्रॉब्लम. तो हम जाओ, चलो. रेस्टोरेंट फुल नजर आ रहा है. देखो 8 बजे को ये हालत है. 8 बजे खाली था. 6 बजे नहीं, 6-6:30 बजे हम जा रहा था. हाँ റെസ്റ്റോറന്റിന് ഒരു സമയം ഒഴിവില്ല കേട്ടോ. നമ്മള് ഒരു 6-6:15 നടക്കാൻ പോകുമ്പോൾ വരെ നമ്മുടെ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിരുന്നു. നമ്മുടെ ഇന്ന് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ. സാമ്പാർ റെസ്റ്റോറന്റിലാണ്. ഇതാ ഓരോരുത്തരായിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഞോഞ്ഞ് നന്നായി ഭക്ഷണം കഴിച്ചോളൂട്ടാ. ഉച്ചക്ക് ഭക്ഷണല്ലേ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു പിടുത്തം പിടിക്കണം. സമയമാണെങ്കിൽ ഇഷ്ടംമാതിരി ഉണ്ട്. 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പൊ ഇരുന്ന് വിശദമായി തിന്നാം. ഇവിടെ ഒരു ലൈവ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് പുറത്തിരിക്കാന്ന് വിചാരിച്ചു, അകത്തിരിക്കണില്ല. കാരണം കാലാവസ്ഥയൊക്കെ നല്ലതാണ്. പാൻ കേക്ക് മാത്രമേ കഴിക്കണുള്ളൂ. എന്താണെങ്കിലും ഉള്ളിൽ പോയിട്ട് ഉള്ളിലേയും കൂടി കാണിച്ചു തരാട്ടോ ഞാൻ ബുഫേ ഒക്കെ. എന്താ അവസ്ഥ ബ്രേക്ക്ഫാസ്റ്റിന്റെ? ഇഷ്ടമാതിരി ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്ഷാമമില്ല കേട്ടോ. അതാ ഇവിടെ ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ഓരോ സംഭവങ്ങൾ വീതം കാണിക്കണില്ല. എന്താ സംഭവം? എഗ് ഞാൻ സണ്ണി സൈഡാ പറഞ്ഞിട്ടുള്ളൂ. അവിടെ തിരക്കാ. എനിക്കുള്ളത് മാത്രം. നിനക്ക് മസാലയല്ലേ? അവർക്ക് വേണോ? ഓക്കെ. അവിടെ ഇഷ്ടംമാതിരി അവിടെ നമ്മുടെ മെയിൻ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പേസ്ട്രീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്രെഡ് കാര്യങ്ങളൊക്കെ. ഇവിടെ ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. ഇവിടെ ഒരു സാലഡ് ബാർ ഉണ്ട്. ഇൻഡോർ സീറ്റിങ്ങും അതെ, അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻ്റ് ആണ് സാമ്പാർ. ഈ ഭാഗത്ത് നമുക്ക് സ്മോക്ക്, മാക്രല്, പെപ്പറോണി, ചിക്കൻ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. കണ്ടില്ല? അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് ബ്രെഡും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു കാഴ്ച. എന്തായി എടുത്താ? അതെ, പതുക്കെ കഴിച്ചാൽ മതി. ഇഷ്ടംമാതിരി സമയമുണ്ട്. ഇവിടെ പലതരം യോഗട്ടുകളുണ്ട്. സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, മുസ്ലി, എല്ലാ വിധ സംഭവങ്ങളും ഉണ്ട്. എന്താണേലും ആകെ കൂടി ഒരു ഓളാണ്. ഇവിടെയാണ് ഇന്റർനാഷണൽ സോസേജ് സംഭവങ്ങളൊക്കെ. നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളില്ലാന്ന് തോന്നുന്നു. സാധാരണ എപ്പോഴും ഇന്ത്യൻ സാധനങ്ങൾ ഉണ്ടാവാറുണ്ടാണല്ലോ. ഇത് സ്റ്റീം ഫിഷ് ആണ്. സ്റ്റീം ഫിഷ്. പിന്നെ അതാ രാവിലെ ജാസ്മിൻ റൈസ് വരെ ഉണ്ട് കേട്ടാ. ഇന്ത്യൻ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടാ. ദോശ കോർണറാ. ശരിയാ, പുറത്തുണ്ട്. അങ്ങനെ വിശാലമായൊരു സ്പ്രെഡാട്ടാ. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടമാതിരി കോഫി കൗണ്ടർ കാണാട്ടാ. കോഫി കൗണ്ടർ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡോറും ഔട്ട്ഡോറും കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ലൈവ് കൗണ്ടറും ഉണ്ട്. ഇവിടെ എഗ്ഗും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇന്ത്യൻ നാടൻ ഭക്ഷണങ്ങളുണ്ട്. ആണല്ലേ? ഇവിടെ ദോശ കോർണറുണ്ട്. അതിൻ്റെ പലതരം ചട്നികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മെതുവട, മസാല പോഹ, സാമ്പാർ, എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് പോഹയാണ്. ഇവിടെ എന്താ പറയാ, മെതുവട ഉണ്ട്, കുൽച്ച ഉണ്ട്, പിന്നെ പിണ്ടി ചോലെ, അങ്ങനെ സാമ്പാർ, അങ്ങനെ ഇന്ത്യൻ ഇന്റർനാഷണൽ എല്ലാവിധ സംഭവങ്ങളും ലാവിഷായി ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും അധികം സമയം കളയണില്ല. നമ്മള്
ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാണ്. നമ്മളൊരു സൈഡിൽ നിന്ന് കഴിപ്പ് തുടങ്ങിയിട്ടാ. നമ്മളവിടെ ഒരു ഡബിൾ ബുൾസയും അവിടെ കുറെ സാധനങ്ങൾ. ഇതെന്താ കോഫിയാ? കോഫി ആദ്യം തന്നെ എടുത്ത നീ? കോഫിയും സംഭവങ്ങളൊക്കെ ആയി നമ്മൾ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇതാ അവിടെ. ഓ മിത്തു, ഗുഡ് മോർണിംഗ്. निशा कैसे हो? बस यार नींद में हो गई। ओ नींद में खाना खाने के लिए आया. बैठो बैठो, 2 घंटा आराम से खाओ. हाँ मनोहर भाई, देसी से स्टार्ट किया. देसी से डोसा. डोसा, फिर चिकन सॉसेज, डोसा सॉसेज. अच्छा मिक्स है. बॉइल्ड एग. सही है सही है सही है. നമ്മള് കഴിപ്പ് തുടർന്നോണ്ടിരിക്കുകയാണ്. നമ്മള് അടുത്ത സെറ്റ് എടുത്തു തുടർന്നോട്ടാ. ഇതാ ഈ സംഭവങ്ങളൊക്കെയാണ്. ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. എന്താണെങ്കിലും ഇഷ്ടംമാതിരി കഴിക്കാണ്ട്. അച്ഛേ എന്തുവാടാ ഇത്? ഇവരുടെ ഒരു ട്രേഡ് മാർക്കാണ് കേട്ടോ ടർട്ടില്. അതെല്ലാവരും വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എസിക്ക് ടർട്ടിലിനാണ്. എസി എങ്ങോട്ട് വിളിക്കണ ടർട്ടിലിനെ? ഹലോ ടർട്ടിൽ കം ഹിയർ എന്ന് പറഞ്ഞാൽ മതി. ഇതാ നമുക്ക് വേണ്ടി ഒരു ഉഗ്രൻ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. വെജിറ്റബിൾ മസാല ദോശ. ആപ് കിധർ സെ ഹോ? തമിഴ്നാട്, മലയാളം. ആ എനിക്ക് തോന്നി മലയാളി ആവുന്ന. തമിഴ്നാട്ടിലെവിടെയാ? നാട്ടിൽ പോണ തിരുവനന്തപുരം. ആ അത് ശരി. എവിടെയാ തമിഴ്നാട്ടിലെവിടെയാ? തമിഴ്നാട്ടിൽ തിരുനെൽവേലി. തിരുനെൽവേലി. ആ നമ്മള് കുറച്ച് നടുവില്ല, തൃശ്ശൂരാണ്. അതെ. മസാല ദോശ ഉണ്ടാക്കാൻ നമ്മുടെ തമിഴനും മലയാളിയൊക്കെ തന്നെ വേണം. എന്നാലാണ് അതിന്റെ ഫുള്ള് രുചി ഇങ്ങോട്ട് വരുള്ളൂ. നല്ല അടിപൊളി ഒരു മസാല ദോശ നമ്മുടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നിങ്ങളുടെ പേര്? ആനന്ദ്. അപ്പൊ നമ്മളൊരു 2-2.5 മണിക്കൂർ ഇരുന്ന് നല്ലൊരു പിടുത്തം പിടിച്ചു കേട്ടോ. കണ്ടില്ലേ, ടേബിളൊക്കെ കാലിയായി, കാക്കകൾ വരാൻ തുടങ്ങി. അതെ, ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി. പിള്ളേർക്കൊക്കെ ഇവിടെ രാവിലെ തൊട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ പിള്ളേരൊക്കെ അതിന് പോയിരിക്കുകയാണ്. നമ്മൾ അവസാനമായിട്ട് ഒരു കാപ്പിയും കൂടിയും കുടിച്ചിട്ട്, ഒരു ലാറ്റേ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നല്ല ലാറ്റ കേട്ടോ. അതും കൂടിയും കുടിച്ച് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇവിടെ ഒരു കിഡ്സ് ക്ലബ് ഉണ്ട് കേട്ടോ. അവർക്ക് പിള്ളേർ ഇവിടെ കിടന്ന് ആർമാദിക്കുക. ഹലോ, കുറെ നേരമായാലും അവിടെ നിന്ന് പോകുന്നിട്ട്. ഇവിടെ ഇരുന്ന് വീഡിയോ കളിയല്ലേ? അത് കാരണല്ലേ അങ്ങോട്ട് വരാത്ത? കുറെ നേരമായിട്ടാ നമ്മളവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ചു മുങ്ങിയതാണ്. ഇതാ അവിടെ ഇരുന്നിട്ട് കളിയാണ്. കണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു കിഡ്സ് ക്ലബാണിത്. ഓ ഓ ഓ ഓ വടപ്പൻ. ഓ ഓ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങി. നമുക്കിവിടെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട് കേട്ടോ. ഇവരുടെ തന്നെ ഒരു ബസ് ഉണ്ട് ഇവിടെ. അപ്പൊ ആ ബസ്സിൽ ഇവരുടെ മറ്റേ 2 ഹോട്ടലിലേക്ക് ഷട്ടിലടിക്കും. അതൊക്കെ പോയി കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ കയറിയിരിക്കുകയാണ്. ചലോ ചലോ അന്തർ ജാവോ. പതിദേവ് കിധർ ഹൈ? मैं बोला था जल्दी आने के लिए. ഇത് നല്ലൊരു സെറ്റപ്പാട്ടാ. കണ്ടില്ലേ, ഓപ്പൺ എയർ, വിശാലമായ ബസ്. നമ്മളെല്ലാരും കൂടി ഇത് അതിൽ ഇരുന്നു നല്ല കാറ്റും കൊണ്ട് തകർക്കുകയാണ്. എന്താ പറഞ്ഞേ? അതെ, വെയിലില്ല കേട്ടോ. അല്ല, വെയിലുണ്ടെങ്കിലും വെയിലിന് ചൂടില്ല. നല്ല തണുത്ത കാറ്റാണ്. അത് കാരണം യാത്രയും സുഖാണ്. പിള്ളേരൊക്കെ ബസ്സിൽ വല്ലപ്പോഴല്ലേ കയറാറ്. അപ്പൊ പിള്ളേരും ബസ്സിലെ യാത്രയൊക്കെ അങ്ങോട്ട് ആഘോഷിക്കുകയാണ് കേട്ടാ. എങ്ങനെയുണ്ട്? മസാന ബസ് മേ ബി ചढ़के बहुत टाइम हो गया. നമ്മള് ബസ് ഇറങ്ങി നമ്മൾ ബന്ദറിലേക്ക് വന്നിരിക്കുക കേട്ടോ. ബന്ദറിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ടുപോകാന്ന് വിചാരിച്ചു. നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ജസ്റ്റ് അതെ, ക്രിസ്മസ് നമ്മൾ ഇവിടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ. ആ സമയത്ത് വന്നിട്ട് ഇപ്പൊ ഏകദേശം 1 കൊല്ലം ആവാറായി. ബന്ദർ അൽവാഹയേക്കാളും കുറച്ചും കൂടി ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഹോട്ടലാണ്. പിന്നെ അൽ ഹുസൈൻ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അടുത്ത് പോവാണതാണെങ്കിൽ അതൊരു അഡൽസ് ഓൺലി ഹോട്ടലുമാണ്. ഏ സബ് നാച്ചുറൽ. ഇതാണ് കേട്ടോ അൽബന്ദറിന്റെ ബീച്ച് സൈഡ്. കണ്ടില്ലേ, നമ്മൾ താമസിക്കുന്ന അൽവാഹയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എല്ലാം വ്യൂ ഒക്കെ ഒന്നാണ്. കണ്ടില്ലേ, നമ്മൾ അവിടെയാണ് താമസിക്കുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങിൽ കണ്ടില്ലേ അവിടെ.
അവിടെ ബീച്ചിലെ ആക്ടിവിറ്റീസ് ഒക്കെ സജീവമാണ്. ബീച്ച് ആക്ടിവിറ്റീസ് കണ്ടില്ലേ, ഇവിടെ ജെറ്റ് സ്കീയും കയാക്കിങ്ങും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഇവരുടെ അൽബന്തറിലെ 2 ഹോട്ടലാണ്. ഒന്ന് ചൈനീസ് റെസ്റ്റോറന്റ് ആണ്, ഒന്ന് ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആണ്. ഇതാണ് അൽബന്തറിന്റെ റെസ്റ്റോറന്റ്. ഇതിന്റെ പേരെന്താ? സാംബ അല്ല, എന്തോ ഇതിനൊരു പേരുണ്ട്, ഞാൻ മറന്നു. അപ്പൊ നമ്മളിവിടെ കുറെ നേരമായി ലാത്തി അടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മളിവിടെ നിന്ന് പോവാണ്. ചലോ ഫിർ है ना, खड़ा रहते दग जाता है. नहीं, अल हुसैन जाएगा, ये लोग शायद अलाउ नहीं करेगा. ये पूरा हल्ला बचाएगा बच्चों पूरा, वो अलाउ नहीं करेगा शायद. क्यों? अपन गेस्ट है. वो अडल्ट ओनली होटल है. होटल रहने है? नहीं, बच्चों को 100% अलाउड नहीं है. जाके एक चक्कर काटेगा. അൽഹുസൈൻ എത്തി നമ്മള്. അൽഹുസൈന്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? ഫുൾ ഹോട്ടല് നമുക്ക് മുകളിന്ന് കാണാട്ടോ. എന്താ വ്യൂ നോക്കിയേ, കിടുക്കൻ വ്യൂ എന്ന് പറഞ്ഞാൽ കിടുക്കൻ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. കണ്ടല്ലേ, ഭീകര അക്രമ വ്യൂ. ചുറ്റും മലയും കടലും, അതിന്റെ ഇടയിൽ ഇതാ ഈ നമ്മുടെ റിസോർട്ട്. അടിപൊളി. വിടുക ചലോ ചലോ അന്തർ ജാത്തോ. വിചാരിച്ച പോലെ നമ്മളെ ഉള്ളിലേക്ക് അവർ വിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും എന്താ, ഇവര് 2 പോയിട്ട് ഹോട്ടലിന്റെ ഉൾഭാഗമൊക്കെ കണ്ടുവരുന്നുണ്ട്. അതാ ലോബി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലോബി ഓൺലി ദിക്കേगा. नहीं, बाहर का भी अलाउड नहीं है इधर ही. हैं? क्यों? उसका जवाब मैं ये कट करके बोलेगा. अंदर कैसा है, व्यू कैसा है? अच्छा, और अंदर जाना है उसको. हाँ है, അവിടേക്ക് വിടില്ല, അതിന്റെ അപ്പുറം വിടില്ല. അതുവരെ മാക്സിമം കണ്ടില്ലേ, അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അവിടെ നിന്ന് നേരെ കടലൊക്കെ കാണാം നമുക്ക്. എന്താണെങ്കിലും നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചലോ ഫിറാം. നമ്മളങ്ങനെ അൽബന്തറും അൽ ഹുസൈനൊക്കെ ചുറ്റി നടന്ന് കണ്ടു. നമ്മുടെ ബസ് ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മളെ തിരിച്ചു കൊണ്ടുപോവാൻ. അപ്പോൾ നമ്മൾ ബസ്സിൽ വീണ്ടും കയറാണ്. ചലോ കോട്ടപ്പാ, ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം. വരട്ടാ. ये साफ सफाई भी नहीं करते. ഇതൊന്നും തുടക്കാറൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ വിടുകയാണ്. എന്താ പറഞ്ഞേ? മടുത്തു. क्या बोलते ठंडी हवा है तो भी गर्मी है, इसलिए जल्दी थकावट होता है. हाँ, നമ്മള് കറക്കൊക്കെ കഴിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് നമ്മള് നല്ലൊരു ഉറക്കമുറങ്ങിട്ടാ. ഉറക്കമുറങ്ങി ഇതാ ഇപ്പൊ 4 മണിയായി. വെയിലൊക്കെ ഒന്ന് തോർന്നു. കണ്ടില്ലേ പൂളിന്റെ അവസ്ഥ കണ്ടില്ലേ ചുറ്റോറും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ വെയിലൊക്കെ ഒന്ന് താഴ്ന്നു. അപ്പൊ നമ്മള് വിചാരിച്ചു നമ്മുടെ പൂളിലൊന്ന് നീരാടാന്ന്. ഇനി ഒരു 2 മണിക്കൂർ നീരാടി കയറാം. ആദ്യം നമുക്ക് ലേസി റിവറിലെന്നെ ഇറങ്ങാം. ന്യൂനിയസ് നേരത്തെ പോയിട്ടുണ്ട്. അതെ, പിള്ളേർ ഓൾറെഡി പോയിട്ടുണ്ട് കേട്ടോ. അവരിപ്പം എവിടെയോ കറങ്ങി നടക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ ഈ ട്യൂബൊന്നും കിട്ടാല്ല. അതെ, ട്യൂബിന് വേണ്ടിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മളും അത് കാരണം ട്യൂബിന് വെയിറ്റിംഗ് ആണ്. നോക്കാം നമുക്ക്. അവിടെ നോക്ക്. അപ്പൊ ഞങ്ങൾക്കൊരു ട്യൂബ് കിട്ടിയിരിക്കുകയാണ്. അച്ചു അവിടെ നോക്ക്. ഞാനും അച്ചു ഞോഞ്ഞും കൂടി പോവാട്ടാ. എവിടെയോ ആ തിരക്ക് കഴിയട്ടെ, എന്നിട്ട് പോകും, അല്ലെങ്കിൽ അവിടെ കുടുങ്ങും. അപ്പൊ എസ് വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. ക്യാമറ ഇട്ട് പോയാലോ? വേണ്ട ക്യാമറ ഇട്ട് പോവാ. മനോഹർ ഭായ് അവരുടെ അടുത്ത് എവിടെ? അപ്പതാ ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അച്യുതാ എന്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഞോഞ്ഞ് മിസ്സിംഗ് ആണ്. ഞോഞ്ഞ് അവിടെ കുടുങ്ങി തോന്നണു.
അതിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഒഴുകി നല്ല സുഖത്തില് പോവാട്ടോ. അതാ നമ്മുടെ AC പോണ്ട്. ഇത് കഷ്ടിയൊരു ഇങ്ങനെ ഒരു 800 മീറ്റർ ആയിട്ടുണ്ട്. 800 മീറ്റർ 900 മീറ്റർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ കിടന്നിങ്ങനെ ഒഴുകി പോവാ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അത്ര തന്നെ. ഓ ആർച്ചി, ലുക്ക് ഹിയർ, ഹൗ ഈസ് ഇറ്റ്? വെള്ളം കണ്ട അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അത് കാരണം നല്ല രസത്തിൽ ഇങ്ങനെ പോവാ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. നമുക്ക് ഇങ്ങനെ നല്ല കാഴ്ചയും കണ്ട് ഇങ്ങനെ പോവാണ്. അച്ഛൻ്റെ ഒരു അനക്കൂല്ല, അച്ഛനൊരു വികാരവും ഇല്ലാതെ അങ്ങനെ ഇരിക്കുക. അച്ഛേ എന്തെങ്കിലും ഒന്ന് പറഞ്ഞടോ. ബോറടിച്ചത് എനിക്ക്, മടുത്തോ? പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആൾക്കാരെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം കണ്ടില്ലേ, ചെറിയൊരു കനാലല്ലേ അത്. അപ്പൊ മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പിന്നാലെ നമ്മളിങ്ങനെ പതുക്കെ പോകണം. ഇതാട്ടോ, ഇവിടെ നിന്നാണ് ഇത് തിരിച്ചു പോണ. ഇവിടെ നമ്മള് തിരിയും. ഇതാ നമ്മളിപ്പോ അൽവാഹയുടെ അവിടെ നിന്ന് കയറി. ഇതാ അപ്പൊ ഇത് അൽബന്ദറിന്റെ അവിടെ എത്തി. ഇതാ ഇവിടെ നിന്ന് നമ്മള് ഇങ്ങനെ തിരിഞ്ഞ് ഓ ആക്സിഡന്റ്. നമ്മളിങ്ങനെ തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് പോയാണ്ടല്ലോ, അവിടെ ഒഴുക്ക് കുറവാ. അപ്പൊ അവിടെ നിന്ന് പോയാൽ പിന്നെ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ച് ഇതാ ഈ തിരിവിന്റെ അവിടെ നിന്ന് തന്നെ നേരെ അങ്ങോട്ട് കേറിയത്. എന്താ സി ഞോഞ്ഞി എവിടെ? സി ഞോഞ്ഞി വന്നില്ലല്ലോ. എസി എന്താ പറയാ, എസിക്ക് ട്യൂബൊന്നും ഇല്ല കേട്ടോ. എസി നീന്തി തുടിച്ചോണ്ടിരിക്കയാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആരും ഇല്ല, അത് കാരണം ഇങ്ങനെ സുഖമായി പോണ്ട്. എന്തൊക്കെ പറഞ്ഞാലും വ്യൂ ആണ് കേട്ടോ അവിടുത്തെ മെയിൻ സംഭവം. നല്ല വ്യൂവും കണ്ട് നല്ല തണുത്ത കാറ്റും കൊണ്ട് കണ്ട. ഇതൊക്കെ തെങ്ങാണ്. തെങ്ങിൻ തോപ്പിൽ കൂടെ അങ്ങനെ പോണ പോലെ ഉണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്നത് ഒരു റെസ്റ്റോറന്റ് ആട്ടോ. അവിടുത്തെ എന്താ സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ്. അൽബഹാർന്നോ അങ്ങനെ എന്തുകൊണ്ടാണ് അതിന്റെ പേര്. അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ കേറിയോടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. കേറിയ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഇതാ പിടിച്ചോ. ആദ്യത്തെ ട്രിപ്പ് പോയി കഴിഞ്ഞോന്നോട് കൂടിയിട്ട് നമുക്ക് എല്ലാവരെയും കിട്ടിയിട്ടോ. അപ്പൊ നമ്മളപ്പോ കൂട്ടായിട്ട് പോവാന്ന് വിചാരിച്ചു ഒരു റൗണ്ട്. चलो എങ്ങനെ എത്തി? എങ്ങനെ ആദ്യം മനോഹരങ്ങള് നമ്മള് സ്വിമ്മിംഗ് പൂളിലെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചൊന്ന് കുറച്ച് നേരത്തെ കയറി. വീണ്ടും ഇന്നലത്തെ കാര്യം തന്നെ, ഞോനിക്ക് ഇന്നും ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അത് കാരണം നമുക്ക് ഇന്ന് അധികം നേരം സ്വിമ്മിംഗ് പൂളിൽ കിടക്കാൻ നിർവാഹമില്ല. എന്നാലും ഇപ്പോഴൊക്കെ സുഖമായി കിടക്കായിരുന്നു. നല്ല കാലാവസ്ഥ അല്ലായിരുന്നു. വലിയ കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല. എന്താണെങ്കിലും ഇനി ഞോഞ്ഞിനെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് വരണം. 6 മണി ടു 9 മണി വരെ അവൾക്കിന്ന് പ്രാക്ടീസ് ഉണ്ട്. നമ്മള് വൈകുന്നേരം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇതവിടെ ഒരു ലൈവ് മ്യൂസിക് ഒക്കെ നടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഒമാനി പാട്ടുകളാണ്, അറബിക് സോങ്.
പിടിച്ചിരിക്കുന്നുണ്ട്. ഹാ മനോഹർജി കേസേ മഹോൾ और एमडीएस अच्छा है. अभी देखिए आगे ड्रिंक के बाद मौसम भी अच्छा है इसलिए ആ ഇവിടെ പാട്ട് മാത്രമല്ല കേട്ടോ, നല്ല ബെല്ലി ഡാൻസ് നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ട്രഡീഷണൽ ബെല്ലി ഡാൻസ്. നമ്മളയാളോടൊരു ഹിന്ദി പാട്ട് പാടാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അയാള് ഹിന്ദി പാടുമല്ലേ എന്നുള്ളത്. ഖത്തർനാക് ഗാന ആയേഗാ. कौन सा सुनो अभी अभी सुनो. 15 मिनट से म्यूजिक ही है. അങ്ങനെ ഞോഞ്ഞിന്റെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നു. ഞോഞ്ഞിക്കൊരു ആഗ്രഹം, എന്ത് സാധനം കാണാൻ പോവാന്? ബ്ലൂ ലൂമിനസ്. അതെ, ബ്ലൂ ലൂമിനസ് കാണാൻ പോവാൻ ഒരു ആഗ്രഹം. സ്റ്റാർസ് ക്യാമറയിൽ കാണില്ല. അപ്പൊ നമ്മൾ വിചാരിച്ച എന്താണെങ്കിലും എല്ലാവരും ഉറക്കായിട്ടാ. കണ്ടോ, റിസോർട്ടൊക്കെ കംപ്ലീറ്റ് ശാന്തായി. മൊത്തത്തില് കണ്ടില്ലേ, എല്ലാം ശാന്താണ്. അപ്പൊ നമ്മുടെ ആഗ്രഹം, ഞോഞ്ഞയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ബ്ലൂ ലൂമിനസ് കാണാൻ പോവാണ് എന്തായാലും. ഓഹോ, നമ്മൾക്ക് ഇഷ്ടം മാതിരി ബ്ലൂ ലൂമിനസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കടലിന്റെ തീരത്തൊക്കെ എന്താ പറയാ, നീല തെളിച്ചം. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ. ഇന്നലെ നമ്മൾ വന്നപ്പോ കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഇന്ന് ഇഷ്ടം മാതിരി കാണാണ്ട് നമുക്ക്. കണ്ടില്ലേ, നീല തിളക്കം കണ്ടോ നിലത്ത് മുഴുവൻ. ഇതാണ് ഈ ബ്ലൂ ലൂമിനസ്. ഇതെന്താണ് ഇതിന്റെ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അറിയില്ല. പക്ഷെ സംഭവം ഇതാണ്. ലൈറ്റ് ഓഫ് ചെയ്യടി. ആണ്ടല്ലേ, ഇവിടെയൊക്കെ ഈ കടലിന്റെ തീരത്തൊക്കെ നമുക്കിങ്ങനെ നീല വെളിച്ചം കാണാട്ടോ. എന്താ ഈ സംഭവം? ഈ സാധനമാണ് തിളങ്ങുന്നത്. അത് ജീവിയാണോ? അതാ എസ്സിയുടെ കൈ, എസ്സി ഒന്ന് എടുത്തു. ഇതൊരു ഇത് മിന്നാമിനിങ് പോലെ ഒരു ജീവിയാ. മിന്നാമിനിങ് പോലെ ഒരു ജീവിയാ. അത് ജീവി അല്ല, ഇത് ഞാൻ ടോർച്ച് അടിക്കട്ടെ. അതെന്തോ ഒരു ജീവിയാട്ടോ. ജീവിയാണോ? എന്തോ ഒരു ജീവിയാ. മിന്നാമിനിങ് പോലെ എന്തോ സംഭവം തോന്നണോ. നീല വെളിച്ചം കണ്ടോ? ഇതാണ് ഈ സംഭവം കേട്ടോ. നമ്മള് പ്രസ് ചെയ്യുമ്പോ അതിന്റെ വെട്ടം പുറത്തേക്ക് വരുന്നോ? ശരിയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, അത് ഈ തിളക്കം കൂടി വരുന്നുണ്ടോ? കണ്ടില്ലേ, ഇതാ ഇവിടെ എല്ലാരും കൂടി ഇവിടെ ചാടുക കേട്ടാ. ചാടുമ്പോ ഈ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും എന്താ ഞണ്ടിനെയും ലൂമിനസിനെയും ഒക്കെ നോക്കി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്താ പറഞ്ഞേ? അതെ, ഞോഞ്ഞി ലൂമിനസിനെ കപ്പിന്റെ അകത്ത് വരെ ആക്കിയിട്ട് ഇതാ കൊണ്ടുപോവാണ്. സംഭവം അടിപൊളിയാട്ടാ. നല്ല അടിപൊളി വ്യൂ, ശാന്തമായ കടല്, എല്ലാം സെറ്റാണ്. പോവല്ലെന്നാ. അപ്പൊ നമ്മൾ റൂമിലേക്ക് പോവാട്ടാ. ഇനിയിപ്പോ രാത്രി ഇത്രയായി, ഉറങ്ങാൻ നോക്കണം. നാളെ രാവിലെ എണീറ്റിട്ട് അംഗം തുടങ്ങണം. ഇതാ നമ്മള് ഈ പോകുമ്പോ കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഇതാ ഈ ബ്ലൂ കളർ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ നടക്കണ ഈ ഏരിയ കണ്ടോ? കണ്ടോ, ഈ ഏരിയ ഒക്കെ കംപ്ലീറ്റ് ഇങ്ങനെ കണ്ടോ, നീല കളറായിക്കൊണ്ടിരിക്കണ. ഏത് ക്ലാസ്സില്? ആ ഒരു വെട്ടമുണ്ട് ഇതിനകത്ത്, പക്ഷെ വീഡിയോക്കകത്ത് വരില്ല. ബ്ലൂ കളർ, ബ്ലൂ കളർ കാണാണ്ട്. ആ, കൊറേ കിട്ടും. ലൈറ്റ് ഓഫ് ചെയ്ത്, എസി ലൈറ്റ് ഓഫ് ചെയ്ത്, എസി ലൈറ്റ് ഓഫ് ചെയ്ത്.
AC ലൈറ്റ് ഓഫ് ചെയ്തേ. കണ്ടില്ലേ ഇവിടെ ഒക്കെ നടക്കുമ്പോ കണ്ടില്ലേ നമ്മള് നടക്കണോടത്തൊക്കെ ഈ നീല 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 കളർ കണ്ടില്ലേ. ആ എടുക്കാം. അടിപൊളി. അപ്പൊ അങ്ങനെ വിടല്ലെന്നാ ബാ 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 പോവാന്നാ. അപ്പോൾ നമ്മുടെ ശങ്ക്രീലയിലെ വീണ്ടും ഒരു ദിവസം കൂടി അവസാനിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഉറങ്ങാൻ പോവാണ് നമ്മൾ. എല്ലാരും ഗുഡ് ബൈ പറഞ്ഞെന്നാ. ബൈ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ പറയേ. നാളെ അടുത്ത ഇതിലേക്ക് കയറുന്നത് ഒന്നും അല്ല ഇതിന് പറയില്ല പ്രായക്കൂടുതല്. ഓ നാളെ എന്റെ പിറന്നാളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് ആവും. അപ്പൊ അങ്ങനെ അപ്പൊ വീണ്ടും നാളെ കാണാം. അതുവരെ എല്ലാവർക്കും വീണ്ടും ബൈ ബൈ. അച്ചു അച്ചു ബൈ.